മറ്റുള്ള മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രശ്നം ഭാര്യയ്ക്കുമുണ്ട് ഭർത്താവിനുമുണ്ട്, രണ്ടുപേർക്കും പ്രശ്നമുണ്ട്. എന്നാൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം, പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട്. എന്നാൽ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം, അത് ഏറ്റവും പ്രധാനമാണല്ലോ. ഇപ്പം ചില പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പറയാം. ഒന്ന് സംശയമാണ്. ഭവനത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം. ഭാര്യയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ വന്നു, ഭാര്യ അത് മാറി നിന്ന് സംസാരിച്ചു, ഭർത്താവ് സംശയത്തോട് നോക്കി. ഓക്കെ, അത് ഭർത്താവിനൊരു സംശയം ജനിപ്പിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രാൻസ്പാരൻസിയുടെ കാര്യം. ഓക്കെ, ഭർത്താവിന് സംശയം വന്നപ്പോഴത് അവിടെ നിന്ന് നമ്മുടെ ഈ പരസ്യത്തിൽ പറയുന്ന പോലെ ഭർത്താവിനൊരു ലഡു പൊട്ടി, ഉള്ളിലൊരു ലഡു പൊട്ടി എന്ന് പറയുന്ന പോലെ അത് പിന്നെ വലിയൊരു പ്രയാസത്തിലേക്ക് പോകുന്ന രീതിയായി. അങ്ങനെ അത് വരാൻ പാടില്ല. അവിടെ ട്രാൻസ്പാരൻസി അപ്ലൈ ചെയ്യേണ്ടതാണ്, അത് അന്യോന്യം സംസാരിച്ച് തീർക്കേണ്ടതാണ്. അത് അവിടെ വന്ന ഒരു പ്രശ്നമാണ്. അതുപോലുള്ളൊരു ഇഷ്യൂ ആണ്, സാധാരണ കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഫൈനാൻസ് ഇൻ ദ ഫാമിലി. കുടുംബത്തിലെ ബഡ്ജറ്റിൻ്റെ കാര്യം. ഭാര്യ കൂടുതൽ ചിലവാക്കുന്നു എന്ന് പറഞ്ഞ് ഭർത്താക്കന്മാർ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു, കുടുംബ ബഡ്ജറ്റ് താളടിയായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈനാൻസിൻ്റെ ഇഷ്യൂ വരുന്നു. ഭാര്യയുടെ ജോലി ഉള്ളവർ ഭാര്യയുടെ ശമ്പളം മുഴുവൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്നില്ല, അത് അനധികൃതമായി ചിലവഴിക്കുന്നു എന്ന് ഭർത്താക്കന്മാർ പറയുന്നു. അങ്ങനെയുള്ള ചില ഇഷ്യൂസ്, ഇതെല്ലാം ട്രാൻസ്പെറൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസാണ്. അടുത്തത്, മൂന്നാമതൊരാൾ കയറി വരുന്നു കുടുംബജീവിതത്തിൽ. ഭാര്യയുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസിൽ പോകുമ്പോൾ ഭാര്യയോട് പറയുന്നു, നീ ഇന്ന് സുന്ദരിയായിരിക്കുന്നു, അല്ലെങ്കിൽ നിൻ്റെ സാരി നല്ലതാണ്, അല്ലെങ്കിൽ നിൻ്റെ പെരുമാറ്റം നല്ലതാണ്. അങ്ങനെ ഭാര്യയെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഭർത്താവ് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുകയോ, ഭർത്താവ് അന്നേ ഒരു വാക്ക് പോലും പറയത്തില്ല, എന്നെ ഒന്ന് നോക്കുക പോലും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ മനസ്സിലെ ഭർത്താവിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരുന്നു. അത് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. ഇതുപോലെ തിരിച്ചും ഭർത്താവിൻ്റെ ഓഫീസിൽ, അല്ലെങ്കിൽ ഭർത്താവ് ഇൻട്രാക്ട് ചെയ്യുന്നിടത്ത്, അല്ലെങ്കിൽ പള്ളിയിൽ, അല്ലെങ്കിൽ ആരാധന സ്ഥലത്ത് വേറൊരു സ്ത്രീയുമായി താല്പര്യം വരുന്നു. ഇതെല്ലാം തന്നെ നമുക്കറിയാം, ഇതെല്ലാം ദൈവഹിതത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവഹിതത്തിൽ നിന്നുള്ളതല്ല. ഇതെല്ലാം നാച്ചുറലി ആരാ കൊണ്ടുവരുന്നത്? പിശാചാണ് കൊണ്ടുവരുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചാണ്, രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പോലും അവരുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടു, മനസ്സ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശരീരം രൂപാന്തരപ്പെടും. അതിന് ട്രാൻസ്ഫോർമേഷൻ ഹാർട്ടിൽ, മൈൻഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിശാച് കൊണ്ടൊരു കള കൊണ്ടിടുന്നു, അല്ലെങ്കിൽ ഒരു ഈവിള് ഇഞ്ചക്ട് ചെയ്ത് വെക്കുന്നു. അത് ഈ ഈവിൾ ഇഞ്ചക്ട് ചെയ്ത് വെക്കുമ്പോഴേ അതിനെ സൂപ്പർസീഡ് ചെയ്യാനായിട്ട് എൻ്റെ സ്പിരിച്വൽ ലൈഫിന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് അടിമപ്പെട്ടുകൊണ്ട് അത് മനസ്സിൽ വെച്ച് താലോലിച്ച് അതിന് വീണ്ടും കഞ്ഞിവെള്ളം കൊടുത്ത്, അല്ലെങ്കിൽ അതിന് വളമിട്ട് അതിനെ വളർത്തി വരുമ്പോൾ, അത് വളർന്ന് പന്തലിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ മാൻ ഉള്ളിലിരുന്ന് അങ്ങ് ഞരങ്ങിക്കൊണ്ടേയിരിക്കുക. അകത്തെ മനുഷ്യനങ്ങ് ഇല്ലാതെയായി തീരുമ്പോൾ നമ്മുടെ ശരീരം അതനുസരിച്ച് പ്രതികരിക്കുമ്പോൾ എന്താണ്, പാപത്തിൽ പോയി വീഴാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഒരു കാര്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരികയാണ്. ഒന്ന്, ഓഫീസിലുള്ള പ്രശ്നം. രണ്ട്, കുടുംബത്തിലുള്ള കുടുംബ ബജറ്റ്. മൂന്നാമതൊരു കാര്യമാണ് നമ്മൾ കാണുന്ന കുഞ്ഞുങ്ങളെ റെയറിങ്ങിനകത്തുള്ള പ്രശ്നം. ആരുടെ ഉത്തരവാദിത്വമാണ്? അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവിടെ പോവുക, ഇവിടെ പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് എൻ്റെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ മോന് അല്ലെങ്കിൽ മോള് ഏതെങ്കിലും ഒരു പേപ്പറിന് ഫെയിലാകുകയോ, അല്ലെങ്കിൽ എക്സാമിനേഷന്, അല്ലെങ്കിൽ അതിന് റിസൾട്ടിനകത്ത് പേരൻസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലെവലിൽ അവർ വരികയോ ചെയ്യാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെ ചാടിക്കയറുക, അവരെ
ദൈവഭയത്തിൽ വളർത്തുന്നതിന് പകരം അവരുടെ നേരെ റിറ്റാലിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം അത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുക. ഇതിങ്ങനെയുള്ള കേസസ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് വാച്ചിങ് ലേറ്റ് നൈറ്റ് മൂവീസ് ഇൻ ദ ബെഡ്റൂം. രാത്രിയിലെ ലേറ്റ് നൈറ്റ് മൂവികൾ ബെഡ്റൂമിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ട്ണർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും മറ്റേയാൾ അയാളുടെ ഇൻ്റർനെറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ കാണുന്നൊരു വിഷയമാണ് അതെല്ലാം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ പിശാച് കയറി കുരുടാക്കുന്ന അവസ്ഥകളാണ്. വീണ്ടും കാണുന്നതാണ് പാർട്ട്നേഴ്സ് ടുഗദർ വാച്ചിങ് പ്രോണോഗ്രഫിക് സൈറ്റ്. ഈ പ്രോണോഗ്രഫി സൈറ്റിലൊക്കെ പോയിട്ട് പാർട്ട്നേഴ്സ് രണ്ടുപേരും ഭാര്യയും ഭർത്താവും ചേർന്നും അങ്ങനെയും അവർ പോയിട്ട് ഈ സൈറ്റുകളൊക്കെ പോയി വിസിറ്റ് ചെയ്യുക, അത് കാണുകയും ചെയ്യുന്നു. ദിസ് ഈസ് നോട്ട് പെർമിറ്റഡ്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. അന്നേരം അതെന്താ കാണിക്കുന്നത്? ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെക്റ്റേഷൻ, അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത പോലുള്ള എക്സ്പെക്റ്റേഷൻ, ഇതൊക്കെ ആളിൽ അഭിനയിച്ച് കാണിക്കുകയാണ് എന്നുള്ള ഒരു 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 തലമണ്ട അല്ലെങ്കിൽ അങ്ങനൊരു വിവേകം ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഇല്ലാത്ത അവരെ നമ്മൾ എന്താ പറയുന്ന ഒരു മണുക്കൂസെന്ന് വിളിക്കണം, ഒരു മൊണ്ണയെന്നല്ലാതെ വേറെ എന്തോ വിളിക്കുക. ഇതൊക്കെ അഭിനയിച്ച് കാണിക്കുകയാണെന്നും ഇതൊരു ഡിസ്റ്റോർട്ടഡ് വ്യൂ ഓഫ് ഇൻറ്റിമസിയാണ്, ഇത് ശരിക്കും ഇങ്ങനൊരു ഇൻറ്റിമസി ഒന്നുമില്ല, ഇതൊരു ഡിസ്റ്റോർട്ടഡ് വ്യൂ ആണെന്നും സെക്ച്വൽ റിലേഷൻഷിപ്പ് ഇങ്ങനെയല്ല എന്നും അവർ പല പോസുകളും പല രീതിയിലും പല ആക്ടിവിറ്റീസും കാണിക്കുമ്പം ഇതൊക്കെയാണ് സത്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവസാനം ഇത് ഫോളോ ചെയ്തിട്ട് ജെന്യുവിൻ ലവും അഫെക്ഷനും നഷ്ടപ്പെടുന്ന കുടുംബജീവിതങ്ങൾ. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുമ്പം ഇത് വിജയിക്കാതെ വരുമ്പോൾ അത് പുതിയ മേഖലകളിലേക്ക് പോവുക. ചില ആളുകളൊക്കെ എന്തൊക്കെയോ ഹോർമോൺസൊക്കെ കുത്തിവെച്ച് അതൊക്കെ ഇങ്ങനെ ശക്തി കാണിച്ചും ബലപ്പെടുത്തിയും ഒക്കെ പലതും കാണിച്ചു കഴിയുമ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് പുറകെ പോകുന്ന വലിയൊരു സംഭവം. അത് മാത്രമല്ല, ചിലപ്പോൾ ഉറക്കത്തിലെങ്ങാനും കൊച്ചുങ്ങൾ വല്ലതും എഴുന്നേറ്റ് നോക്കുമ്പം അപ്പനും അമ്മയും ഇരുന്ന് ഇങ്ങനെ ലേറ്റ് നൈറ്റ് മൂവി കണ്ടുകൊണ്ടിരിക്കുക. അവരുടെ ജീവിതം എന്തായിരിക്കും എന്ന് നിങ്ങളറിയാമോ? ഇതെന്താ സംഭവിക്കുന്ന അവസാനം? അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ അത് പാർട്ട്ണറോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുത്തി കളയുകയാണ്. പങ്കാളിയോടുള്ള സാമീപ്യം ഇറിറ്റേഷനായി മാറും. നിങ്ങളുടെ പങ്കാളിയുടെ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇറിറ്റേഷനായി മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പിശാച് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കയറിയിട്ടുണ്ട്. അത് 99% 100% ഉറപ്പാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, പങ്കാളിയുടെ സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇറിറ്റേഷൻ ആയിട്ടുണ്ടെങ്കിൽ പിശാച് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കയറിയിട്ടുണ്ട്. ബെഡിൽ തന്നെ കിടക്കുമ്പം ഒരാൾ ഉറങ്ങാമെന്ന് പറഞ്ഞ് കിടക്കും, അടുത്ത ആളും അപ്പുറത്ത് കിടക്കും. രണ്ടുപേരുടെയും കയ്യിലൊരു മൊബൈൽ കാണും. ചില ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡുകളായി പറയുന്നത്, രണ്ടുപേരുടെയും കയ്യിൽ മൊബൈൽ കാണും. മൊബൈലിനകത്ത് ഒരാൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അയാൾ കയറി കിടന്നുറങ്ങും, അടുത്ത ആൾ രാത്രിയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും മൊബൈൽ പിന്നെയും കാണാനായിട്ട്. വാട്ട് ഇറ്റ് ഈസ്, രാത്രി ലേറ്റ് നൈറ്റ് വരെ കണ്ടുകൊണ്ടിരിക്കുക. അത് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. രണ്ടുപേരും തമ്മിൽ രാത്രിയിലെ വലിയ ക്ഷീണം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ അവരുടെ സ്നേഹവും ഇൻറ്റിമസിയും സെക്സും ഒക്കെ ചെയ്യേണ്ടതായിട്ടും കാണിക്കേണ്ടതായിട്ടൊക്കെയുള്ള സമയങ്ങളാണ്. അല്ലെങ്കിൽ അന്ന് ഓഫീസിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ സ്നേഹം പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുകയോ ഒരുമിച്ച് ഉറങ്ങുകയോ ഒക്കെ ചെയ്യേണ്ട സമയങ്ങളിൽ അതെല്ലാം പിശാച് കൊണ്ടുപോകാതെ എടുത്തുകൊണ്ട് പോവുക. ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? ഈ മൊബൈൽ വഴിയും ഇൻ്റർനെറ്റ് വഴിയും ലേറ്റ് നൈറ്റ് മൂവി വഴിയും പ്രോണോഗ്രാഫി സൈറ്റ് വഴിയൊക്കെ കൊണ്ടുപോയിട്ട് വിഷം ഉള്ളി കൊത്തി നിറയ്ക്കുക. അങ്ങനെ പാർട്ട്ണറോടുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് നമ്മൾ പ്രെയർ റിക്വസ്റ്റുകൾ ചിലതിലൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. ചില പ്രെയർ റിക്വസ്റ്റുകൾ വരുന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ പ്രയാസത്തിൽ കൂടെ പോകുന്നുണ്ട്. ഒരു കട്ടിലെ തന്നെ കിടക്കുക, ഒരാൾ മിണ്ടത്തില്ല അടുത്ത ആളോട്. കാരണം ഒരാൾ പറയുന്നത് അയാൾ ഭർത്താവിന് എപ്പോഴും സെക്സിനോട് ഭയങ്കര താല്പര്യമാണ്, അതുകൊണ്ട് കിട്ടിയ ഉടനെ എന്നെ റേപ്പ് ചെയ്യും. ഭാര്യ പറയുന്ന എന്നെ റേപ്പ് ചെയ്യും, അതുകൊണ്ട് ഞാൻ ആ മൂലയ്ക്കോട്ട് മാറിക്കിടക്കുക. എങ്ങനെയാണ്? ഉള്ളിൽ അൺഫോർഗീവിങ് സ്പിരിറ്റാണ് ഇരിക്കുന്നത്. കാരണം എടുക്കുക എന്നുള്ള ചിന്തയാണ് ഭർത്താവിനുള്ളത് ഭാര്യയിൽ നിന്ന്. ഭാര്യയിൽ നിന്ന് എടുക്കുക, അതിന് ഭാര്യയ്ക്ക് കൊടുക്കാൻ മനസ്സുമില്ല. അൺഫോർഗീവിങ് സ്പിരിറ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഉണ്ട്. നമ്മളിതൊന്നും
ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ യങ് തലമുറയിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. ഒരുപാട് ഇന്ന് അതുപോലെ തന്നെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന സ്ത്രീകൾ ഭവനത്തിലാണെങ്കിലും ഒരുപാട് സമയം ഇന്ന് സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടു മച്ച് ടൈം സോഷ്യൽ മീഡിയയിൽ. ചിരിക്കാനുള്ളതൊക്കെ ആയിരിക്കാം ചിലപ്പം വരുന്നത്, അത് തമാശയ്ക്ക് കാണുന്നതായിരിക്കാം. എന്നാൽ ഈ തമാശ അൾട്ടിമേറ്റ്ലി അതിൻ്റെ തന്നെ ഒരു അസോസിയേഷനായി മാറി. അത് അവർ തന്നെ പലപ്പോഴും ഈ തമാശയൊന്നും കേട്ടാൽ പോരാ എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ ഡീപ്പറായിട്ട് വൾഗറായിട്ടുള്ള തമാശ വരുന്ന അവസാനം ദേ ആർ ഇൻഎഡ്യൂക്കേറ്റ് ദംസെൽസ് ആൻഡ് സ്ട്രഗിൾ വിത്ത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ആങ്സൈറ്റിയിലും ഡിപ്രഷനിലും പോയിരിക്കുന്ന വീട്ടിലുള്ള സ്ത്രീകളെന്നുണ്ട്. COVID-19 വന്നു. COVID-19 വന്നപ്പോഴത്തേക്ക് മീറ്റിങ്ങുകൾ, ആരാധനകളെല്ലാം കൂടി മൊബൈലിലും ഇൻ്റർനെറ്റിലുമായി. നമുക്കറിയാമല്ലോ, അന്ന് ആരാധനയൊക്കെ നടക്കുന്നത് എവിടെയെങ്കിലും ഇരുന്നിട്ട് അത് ഇൻ്റർനെറ്റ് വഴിയാണ് കാണുന്നത്. ആ ടെക്നോളജി നല്ലതായിരുന്നു, നമുക്കത് ആരാധനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്, ബൈബിൾ പഠിക്കാനും. ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നിട്ട്, ഇപ്പോഴേ ഒരുവിധം പ്രായമുള്ളവരും ചില യൂത്തുകളും ഇന്ന് സഭായോഗങ്ങളിലും പള്ളികളിലും ഒന്നും പോകുന്നില്ല. ഇന്നും ഉണ്ടല്ലോ യൂട്യൂബ് വഴി ഇത് കേട്ടോണ്ടിരിക്കുക, വീട്ടിൽ ഇരിക്കുക. ആരാധനകളൊക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇന്ന് കാണുന്ന ഇതാണ് ഡിജിറ്റൽ യുഗത്തിൽ കാണുന്നതാണ്. ഓൾ ടെക്നോളജി, എല്ലാ ടെക്നോളജിയും മോറലി ന്യൂട്രലാണ്. സോഷ്യൽ മീഡിയ മോറലി ന്യൂട്രലാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പീപ്പിൾ ആർ നോട്ട് ന്യൂട്രൽ, ദേ വിൽ ടേൺ ടു സിൻ. അവർ എപ്പോഴും പാപത്തിലേക്ക് പോകാനുള്ള പ്രവണതയാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രയോജനമുള്ളതല്ല. 1 കൊരിന്ത്യർ 6:12 സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും യാതൊന്നിനും അധീനനാകുകയില്ല. ഓക്കെ, എല്ലാത്തിനും നിങ്ങൾക്ക് മാസ്റ്ററാണ്, നിങ്ങൾക്ക് ലോഫുൾ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് പ്രയോജനമില്ല. ഈ വേണ്ടാത്തൊക്കെ എന്തിനാ, ഈ ചവറൊക്കെ നിങ്ങൾ കാണുന്നത് എന്ത് പർപ്പസിനാണ്? വൈ യു ഗെറ്റിംഗ് അഡിക്ഷൻ വിത്ത് ദ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും അഡിക്ഷൻ വരുന്നത് എന്തിനാണ്? ഇതുപോലുള്ള കാര്യമാണ് കുഞ്ഞുങ്ങളുടെ സമയം. കുഞ്ഞുങ്ങളെ പേരൻറ്റിങ്ങിൻ്റെ സെഷൻ വരുമ്പോൾ ഞാൻ പറയാം. കാർട്ടൂൺസ്, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ മൊബൈൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പോസ് ചെയ്തിരിക്കുന്നു. അതെന്ത് ഡേഞ്ചറാണ് എന്ന് ഞാൻ അന്നേരം ആ സമയത്ത് പറയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു സജഷൻ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡേ ശബത്ത് ഡിക്ലെയർ ചെയ്യണം ഫോർ ഡിജിറ്റൽ. ഒരു ദിവസം ഞാൻ മൊബൈൽ നോക്കുകയില്ല എന്ന് തീരുമാനിക്കും. ഫോൺ വന്നാലും ഞാൻ എടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, ഒരു ദിവസം മൊബൈൽ നോക്കുകയില്ല എന്ന് തീരുമാനിക്കും. അത് നല്ലതല്ലേ? പള്ളികളിൽ പോയാൽ പോലും നമുക്കറിയാം, ഓരോരുത്തർ ആരാധന സമയത്തും മൊബൈലിൽ വാട്സാപ്പ് മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കുന്നത്, തിരയുന്നവരെ കാണാം. ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധന നടക്കുകയാണ്, അവിടെ വർഷിപ്പ് നടക്കുമ്പോഴും മൊബൈൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെദർ ഇറ്റ് ഈസ് റിക്വയർഡ്, പ്രാർത്ഥിക്കുന്ന സമയത്തും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെല്ലാം അഡിക്റ്റഡ് ആയിപ്പോയി, മൊബൈലിന് അഡിക്റ്റഡ് ആയിപ്പോയി. ഇത് ഫാമിലി ലൈഫിൽ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ സ്ക്രീൻ അഡിക്ഷനെ കുറിച്ച് ഇത്രയും പറഞ്ഞത് കാര്യം, സ്ക്രീൻ അഡിക്ഷൻ ഒരുപാട് പെർവേർഷനും ഫാമിലി ലൈഫിൽ ഒരുപാട് ഡിപ്രഷനും ഒരുപാട് ആങ്സൈറ്റിയും ഒരുപാട് സ്ട്രഗിളും ഇന്ന് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ടോക്സിക്കായിട്ടുള്ള ഭാര്യമാരും ഭർത്താക്കന്മാരും. കാരണം ഇപ്പോൾ ക്രിസ്ത്യൻ ഫീൽഡിൽ പോലും ഹിപ്പോക്രൈറ്റാണ്. പല കാര്യങ്ങളും മറച്ചു വെച്ചാണ് ഇടപെടുന്നത്. ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ക്വാളിറ്റീസ് നിങ്ങൾ എത്ര പറഞ്ഞാലും ശരി, 100% ഉറപ്പാണ്, അത് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ ട്രാൻസ്ഫോം ചെയ്യും. മാതാപിതാക്കളുടെ മൂല്യങ്ങൾ, വാല്യൂ സിസ്റ്റം അവർ ഇൻഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് വരും. അവരറിയത്തില്ല. ആ ഹാബിറ്റുകൾ വരുമെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അതിൻ്റെ ഹാബിറ്റുകൾ അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ലൈഫിൽ. ഇതെല്ലാം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കുടുംബജീവിതത്തിലെ. അടുത്തതാണ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് മണി. നേരത്തെ സംസാരിച്ചാണ് ഭാര്യയുടെ ശമ്പളം, ഭർത്താവിൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞ്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ് മണി, അത് ഷെയർ ചെയ്ത് ആ റിസോഴ്സസ് നിങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നു, എങ്ങനെയുള്ളൂ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതുമായിട്ട് ഉള്ള ഇഷ്യൂസ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ഇതിനകത്തൊക്കെ കോൺഫ്ലിക്റ്റുകൾ വരുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ്,
ഭാര്യ എടുക്കേണ്ട തീരുമാനങ്ങൾ ഭർത്താവ് എടുക്കുന്നു, ഭർത്താവ് എടുക്കേണ്ട തീരുമാനങ്ങൾ ഭാര്യ എടുക്കുന്നു. ഇപ്പം ഒരു ജോലിക്കാരിയെ വീട്ടിൽ ഹെൽപ്പറായിട്ട് വെക്കുന്നെങ്കിൽ അതിൻ്റെ തീരുമാനം ഭാര്യ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഭർത്താവ് എസ് പറയുകയാണ് ചെയ്യേണ്ടത്. ഭാര്യയ്ക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, ഭർത്താവ് അതിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. എന്നാൽ അതിനകത്തും ജോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. കാരണം ചില കാര്യങ്ങൾ ഭാര്യയ്ക്ക് അറിയാൻ വയ്യാത്തത് ഭർത്താവിന് അറിയാവുന്ന കാണും. ഇതൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധ്യമാക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇഷ്യൂസാണ്. അത് ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് പറയുന്ന സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയും സ്നേഹത്തിലെ ജീവിതം അധിഷ്ഠമായി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ നന്മകളാണ് വന്നു ചേരുന്നത്. ഇന്ന് ഞാൻ പ്രോബ്ലംസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോബ്ലംസ് ഇനിയും കുറച്ചും കൂടി പറയാനായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഈ പ്രോബ്ലംസിൻ്റെ ശേഷം സൊല്യൂഷൻസ് ഉണ്ട്, അത് പറയണം. ഇതെല്ലാം നമുക്ക് ഇത് കവർ ചെയ്യണം, ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് ഏതെങ്കിലും മിസ് ചെയ്ത് പോയെങ്കിൽ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതുകൊണ്ട് ഇത് മിസ് ചെയ്ത് പോയെങ്കിൽ നിങ്ങൾ അതിന് പ്രീവിയസ് എപ്പിസോഡ് നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കും. ഞാൻ ഈ പ്രോബ്ലംസാണ് പറഞ്ഞത്. ഇന്ന് കൂടുതലും പറഞ്ഞത് യങ് ജനറേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. ഇനി ഒരുപാട് പ്രോബ്ലംസ് പറയാനായിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ആ പ്രോബ്ലംസ് കവർ ചെയ്ത് അതിൻ്റെ സൊല്യൂഷൻസും അതിലേക്ക് വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിശാച് ഇന്ന് വന്ന് കുടുംബജീവിതങ്ങളെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക്സ് യുഗത്തിൽ കർത്താവെ ഒരുപാട് സമയവും ഞങ്ങളുടെ കഴിവുകളും കർത്താവെ പ്രത്യേകിച്ച് പിശാച് ഊറ്റിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള സമയങ്ങളെ പ്രത്യേകിച്ചും ഈ സ്ക്രീൻ ടൈം കൊണ്ടുപോകുന്നതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മൊബൈലിലും അതുപോലെ സ്ക്രീനിലും ഞങ്ങളുടെ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പലപ്പോഴും വേസ്റ്റായി പോകുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ടെക്നോളജികളെല്ലാം നോർമലായിട്ടും കർത്താവെ മോറലായിട്ടും ന്യൂട്രലാണെങ്കിലും ഞങ്ങൾ പാപത്തിലേക്ക് തിരിഞ്ഞു പോകാനുള്ള സാധ്യതകളുള്ളതിനാൽ കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് യൂസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്യുവാൻ, അവരുടെ ജീവിതത്തിലെ സന്തോഷത്തിന് കാരണമാക്കി തീർക്കുവാൻ, സ്നേഹിക്കാനുള്ള കാരണമാക്കി തീർത്തുവാൻ, കുടുംബത്തിൽ ഫെലോഷിപ്പും ആ വൺനെസ്സും ഫീൽ ചെയ്യുവാനായിട്ട് കർത്താവെ നീ കാരണമാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ കർത്താവെ ഏതെങ്കിലും രീതിയിൽ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവെ അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനായിട്ട് കാരണമാക്കി തീർക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സഹായിക്കണമേ, ശക്തീകരിക്കണമേ, തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. തുടർന്ന് ഇത് വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നിങ്ങൾ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഫാമിലിയുടെ പ്രയർ റിക്വസ്റ്റുകൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.